ഈ വിൻസർ ഇവിക്ക് ബാറ്ററി പാക്ക് കൂടുമ്പോൾ ബൂട്ട് സ്പേസ് കുറയുമോ? എന്താണ് ഇതിലെ ബൂട്ട് സ്പേസ് കുറയാനതല്ല കാരണം. അതെന്താ? നമസ്കാരം, ഇത് MG വിൻസറാണ്. വെറും വിൻസറല്ല, വിൻസർ പ്രോ. ആ പ്രോ എന്ന് പറയുമ്പോൾ ഫോണൊക്കെ പോലെ തന്നെ റേഞ്ചാണ് കൂടുതൽ. ഇപ്പം നമുക്കറിയാം, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ കാർ അല്ലെങ്കിൽ ഒരു ഡീസൽ കാർ ആണെങ്കിൽ നമ്മൾ റേഞ്ചിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കില്ല. കാരണം ഓക്കെ, റേഞ്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് റേഞ്ചല്ല മൈലേജ് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും പമ്പ് പോയി അടിക്കാം, എന്നിട്ട് അങ്ങ് ഓടിച്ച് പോകാനുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ ഇലക്ട്രിക് കാറാകുമ്പോൾ അങ്ങനെയല്ല, റേഞ്ച് വേണം. കാരണം മൊബൈൽ ഫോണിൽ പോലും 60% താഴെ റേഞ്ച് കുറഞ്ഞാൽ നമ്മൾ ടെൻഷനാവും, അല്ലെങ്കിൽ ടെൻഷനാവുന്ന ആളുകളുണ്ട്, ആൻസൈറ്റിയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഇന്നലെ ഫ്ലൈറ്റിൽ വരുമ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് 40%. അപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഞാൻ ഹോട്ടലിൽ എത്തില്ലായിരിക്കുമോ, അല്ലെങ്കിൽ ഒരാളെ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അത്രയും ആൻസൈറ്റി ഫോണിലുള്ളപ്പോൾ കാറിൻ്റെ കാര്യത്തിൽ പറയേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വിൻസർ വാങ്ങാൻ തടസ്സമായിരുന്നത് വിൻസറിൻ്റെ റേഞ്ചിൻ്റെ കുറവായിരുന്നു എന്ന് പറയാം. ആ കുറവ് അവർ ഒരൊറ്റ വേരിയൻ്റ് കൊണ്ട് പരിഹരിച്ചേക്കാണ്. ആ വേരിയൻ്റെ പേര് എസെൻസ് എന്നാണ്. ഇത് MG വിൻസർ പ്രോ എസെൻസ് വേരിയൻ്റ് ആണ്, വിത്ത് 449 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന റേഞ്ച് ഓക്കെ, ഒരു 350 നമുക്ക് ലളിതമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വിൻസറിൽ കാര്യമായിട്ട് മാറ്റങ്ങളില്ല. ഈ ബാറ്ററി പാക്ക് മാറി എന്നുള്ളതും ചാർജിങ് കപ്പാസിറ്റി കൂടി എന്നുള്ളതും കുറച്ച് ആഡ് ഓൺ വന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഇല്ല. അപ്പോൾ 17.49 ലക്ഷം രൂപയ്ക്ക് എക്സ്ഷോറൂം പ്രൈസിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടി 1800 പേർക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 50,000 കൂടുന്ന പറഞ്ഞാലും 20 ലക്ഷം രൂപ താഴെ കിട്ടുന്ന ഇലക്ട്രിക് കാർ എന്ന നിലയ്ക്ക് ഈ വണ്ടിക്ക് അത്യാവശ്യം റിലവൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. വണ്ടി ഭ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MGയുടെ വിൻസർ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി. ആ വന്ന വണ്ടി നമ്മൾ പോയിട്ട് ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ഫുൾ റിവ്യൂ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്, സകല കാര്യങ്ങളുണ്ട്, A to Z. അതുകൊണ്ട് ഈ പുതിയ വേരിയൻറ്റിനെ കുറിച്ച് ഇങ്ങനെ അനർഗം നിർഗണം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിന് 52.9 kWh ബാറ്ററി ഉണ്ട്. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഹാരിയർ റിവ്യൂടെ അത്രയൊന്നുമില്ല. എന്നാലും ഒരു സിറ്റി കാർ എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു വണ്ടി ആയിരുന്നു ശരിക്കും MG വിൻസർ. അല്ല, കാരണം MG വിൻസറിന് പറഞ്ഞ റേഞ്ച് കിട്ടുമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഹൈവേയിൽ എടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. കോമറ്റിന് പകരം വാങ്ങിയിട്ട് കുറച്ചുകൂടി വെർസറ്റൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയായിട്ട് വിൻസറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാമിലി കാർ എന്ന നിലയ്ക്ക് വിൻസറിന് മാറാൻ തടസ്സമെന്ന് പറയുന്നത് റേഞ്ച് ആയിരുന്നു. ആ കാര്യം ഇതോടുകൂടി തീരുമാനമായി. ഇതിലിപ്പോൾ റേഞ്ച് ഉണ്ട്, ആവശ്യത്തിന് റേഞ്ച് ഉണ്ട്. 449 കിലോമീറ്റർ എന്നവർ പറയുന്നു. എനിക്ക് തോന്നുന്നു ഒരു 350+ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. സത്യത്തിൽ ഈ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ വണ്ടർ വ്യത്യാസം. വേറെ എന്താണ് പ്രോ ആയപ്പോൾ വ്യത്യാസം? പ്രോ ആയപ്പോൾ വന്ന കാര്യം എന്ന് പറയുന്നത് വീലുകൾ, അതുപോലെ പവർ ടെയിൽ ഗേറ്റ് വന്നു, റഡാർ അല്ലെങ്കിൽ അഡാസ് ക്യാമറ വന്നു, അഡാസ് ലെവൽ 2 ആയി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കോസ്മെറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളെക്കാൾ കൂടുതൽ ഉള്ളിലാണ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നോളജിക്കലി ആയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇപ്പോൾ അഡാസ് ലെവൽ 2 എന്ന് പറയുമ്പോൾ അതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ട്, ഓട്ടോ ബ്രേക്ക് പോലുള്ള കാര്യങ്ങളുണ്ട്. ഈ അഡാസ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് MGക്ക് പുതുമയൊന്നല്ല. നമ്മുടെ ഹെക്ടറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ അധികം വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന് കാര്യമായിട്ടുള്ള മാറ്റം വന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കുറഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും, ബൂട്ട് സ്പേസ് കുറഞ്ഞു, 25 ലിറ്റർ കുറഞ്ഞു. പക്ഷേ ശരിക്കും എന്താ കുറഞ്ഞെന്ന് പറയുന്നത് ബൂട്ട് സ്പേസ് കുറയല്ല ചെയ്തത്. ബൂട്ട് സ്പേസിനകത്ത് ഒരു സബ് വൂഫർ കൂടി വെച്ചിട്ട് ആ ഉള്ള സ്പേസ് ഒന്ന് യൂട്ടിലൈസ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ശരിക്കും ഇപ്പോൾ 579 ലിറ്ററാണ് ബൂട്ട് സ്പേസ്, വിത്ത് ദാറ്റ് സബ് വൂഫർ. സ്റ്റെപ്പിനി അല്ലെങ്കിൽ സ്പെയർ വീൽ ഇല്ല, പകരം പഞ്ചർ കിറ്റാണ്. ഇതിന് LFP ബാറ്ററി തന്നെയാണ്. ഇപ്പോൾ ബ്ലേഡൊന്നും അല്ലെങ്കിൽ സിലിണ്ടറിക്കലൊന്നും അല്ലെങ്കിൽ നമ്മൾ പ്രിസ്മാറ്റിക് എന്നും പറഞ്ഞാൽ പലവിധമായ രൂപത്തിൽ ചെയ്തിട്ടുള്ള ബാറ്ററിയിൽ ഇതിന് പ്രിസ്മാറ്റിക് സെൽസ് എന്നാണ് പറയുന്നത്, MG പറയുന്നത്. ഈ പ്രിസ്മാറ്റിക് സെൽസിൻ്റെ ഗുണം എന്ന് പറയുന്നത് റേഞ്ച് ഹോൾഡ് ചെയ്യും എന്നുള്ളതൊക്കെ തന്നെയാണ്. അതായത് MGയുടെ ZS-Uവിൽ നമുക്കറിയാം, പറഞ്ഞ റേഞ്ച് കിട്ടുന്ന കാര്യത്തിൽ ഈ വണ്ടിക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. ഈ വിൻസറിൻ്റെ രൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനൊരിത്തിരി വിയേഡ് ഷേപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഫ്രഞ്ച് കാറുകളൊക്കെ പോലെ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ പ്രോയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ മാറി. ഇൻറ്റീരിയർ കളർ കുറച്ചുകൂടി വൈറ്റിഷായി. ആ ചീപ്പോ ലുക്ക് സ്റ്റിച്ചിങ് ഒന്നും മാറിയിട്ടില്ല, സോഫ പോലൊക്കെ തന്നെ, അല്ലെങ്കിൽ ലോഞ്ച് പോലെ എന്നുള്ള കാര്യം അവർ പറയുന്നത് റിച്ച് ഫീലാണ്, നമ്മൾ പറയുന്നത് ചീപ്പോ ഫീലാണെങ്കിൽ ഇതിൽ ഇരിക്കാൻ സുഖമുണ്ട്, വെന്റിലേറ്റർ സീറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് MG വിൻസറിൻ്റെ സ്ക്രീൻ ഒരു വലിയ ബ്ലൈൻഡ് സ്പോട്ടാണ് തോന്നുന്നത്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് തീർത്തും യൂസബിൾ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. സ്ക്രീൻ ഇഷ്ടമുള്ളവരോട് എനിക്ക് ഒഫൻസീവായിട്ടൊന്നും പറയാനില്ല, സ്ക്രീൻ ഇഷ്ടമുള്ളവർ യൂസ് ചെയ്യുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്ക്രീൻ കുറച്ച് വലുതാണ്. സ്ക്രീൻ അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആണ്, അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല യൂസ് ചെയ്യാനായിട്ട്. ഈസി ടു യൂസ് ആണ്. 360 ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട്, റൈഡ് ക്വാളിറ്റി എക്സെപ്ഷണലാണ്. ഇപ്പോൾ നമ്മുടെ MG ഹെക്ടറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വണ്ടി നമ്മൾ മാറ്റിയിട്ട് വിൻസർ എടുക്കാൻ പോകണം, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി മാറ്റി ഈ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, MG ഹെക്ടറിൻ്റെ വീൽസ് എന്ന് പറയുന്നത് സെയിം ആണ് ഈ ഒരു വിൻസർ പ്രോയുടെ എന്നുള്ളതാണ്. അതായത് അന്ന് വന്ന ഷൈൻ വേരിയൻറ്റും ഈ വീലും തമ്മിൽ
കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല. 215, 55, 618 വീലാണ്. ഈ വീലെന്ന് പറയുന്നത് കാണാൻ ഭംഗിയുള്ള വീലാണ്. 4 വീൽ ഡിസ്ക് ബ്രേക്കൊക്കെ തന്നെ. EV ഇനി വരാൻ പോകുന്ന EVകളുടെ കഥ അറിയാലോ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൈലർ EVയുടെ കാര്യം നമ്മൾ കേട്ടു, അതുപോലെ പല EVകളെ കുറിച്ച് നമ്മൾ കേട്ടു. ഈ EVകളൊക്കെ തന്നെയും ശരിക്കും വരുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഒന്നുകൂടി കടുക്കും. അങ്ങനെ കടുക്കുമ്പോൾ എന്താണ് വിൻസറിൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, വിൻസറിൻ്റെ കിട്ടുന്ന റേഞ്ച് എന്നുള്ള ഒരു കാര്യവും പിന്നെ ഇതിൻ്റെ സ്പേസുമാണ് എന്നുള്ളതാണ്. ചെറിയ വണ്ടിയാണ് തോന്നുമെങ്കിലും വലിയ വണ്ടിയാണ്. വലിയ വണ്ടിയുടെ സ്പേസ് ഉള്ള ചെറിയ വണ്ടിയാണ് വിൻസറിനെ പറയാം. യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് 2 സെറ്റിംഗ്സ് ഉണ്ട്, കംഫർട്ട്, സ്റ്റാൻഡേർഡ്. ഏത് സെറ്റിംഗ്സിലാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ സുഖമാണ്. സിറ്റി യൂസിനൊക്കെ വളരെ ഈസിയാണ്. നമുക്കൊരു എഫേർട്ടും ഇല്ല കൊണ്ടുനടക്കാനായിട്ട്. അതുപോലെ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്ത് കയറി സ്റ്റാർട്ടർ ബട്ടൺ കണ്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാതെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. എല്ലാം സ്ക്രീനിലാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വെച്ചാൽ നമുക്ക് ഒന്നുമേ കാണില്ല. അതായത് താഴെ കൊടുത്ത ഷോർട്ട് കട്ടുകളൊന്നും കാണില്ല. ഇവൻ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വരാനകത്താം. അതുകൊണ്ട് നമുക്കത് കാണാതിരിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്നാലും അതൊക്കെ യൂസ്ഡ് ആവും. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഇത്തിരി റോങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റിയറിംഗ് ബട്ടൺസിലെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഒരു ചെറിയ സ്വിച്ചിൽ അത് കൊടുത്ത് തീർക്കാവുന്ന കാര്യം ഇവർ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കി. തീർത്ത് നമുക്ക് അങ്ങോട്ട് താതാത്മ്യപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ പുതിയ ഡ്രൈവർമാർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. എനിക്കിത് ബട്ടൺ അങ്ങോട്ട് കൊണ്ട് മാറുന്നു, AC ഓൺ ആകുമ്പോൾ മിറർ മാറുന്നു, മിറർ ഓണാക്കുമ്പോൾ ബേസ് മാറുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ഈ ഷിഫ്റ്റർ എന്ന് പറയുന്നത് നല്ല പൊസിഷനാണ്. പക്ഷേ ഷിഫ്റ്ററിന് കൊടുത്താൽ അതിനകത്ത് കൊടുത്ത അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഡബിൾ ക്ലിക്കില്ലേ, അതത്ര ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അതും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാറാണത്. കുറച്ച് ടെക്നിക്കലി ഇമ്പ്രൂവ് ആയപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ കൂടി ആഡായി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒരു നല്ല വണ്ടിയാണ് വിൻസർ. ആ വണ്ടി വിൻസർ പ്രോ ആയപ്പോൾ റേഞ്ച് കൂടി കിട്ടി. ഇപ്പോൾ 449 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഓക്കെ, 60 kWh ചാർജറിൽ 60 kWh നമുക്ക് റിസീവിങ് കപ്പാസിറ്റി ഇപ്പോൾ ഈ പുതിയ ബാറ്ററി പാക്കിന് ഉണ്ടെന്നുള്ളത് വലിയ ഗുണമാണ്. അതാണ് ഈ വണ്ടി കണ്ട വേറൊരു ഗുണം. അത് 1 മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഗുണമുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസുകൾ എമ്പാടുമുണ്ട്. യൂട്ടിലിറ്റേറിയനാണ് വണ്ടി, നല്ല യൂട്ടിലിറ്റിയാണ്. ഈ ബാക്കിലെ വീല് മാത്രം ഹമ്പ് ചിലപ്പെടുത്ത് ഇടുന്നുണ്ട്. പക്ഷേ റൈഡ് ക്വാളിറ്റി നല്ലതാണ്, എക്സെപ്ഷണൽ റൈഡ് ക്വാളിറ്റിയാണ്. ആകെ മൊത്തം ടോട്ടൽ MG വിൻസർ EV പ്രോ ഒരു നല്ല കാറാണ്. അത് ഒന്നുകൂടി നന്നായി ഈ ഒരു പുതിയ റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്നുള്ളതാണ്. എനിക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്താൻ തോന്നിയത് മിറർ കൺട്രോൾസ്, ഇൻഡിവിജ്വൽ സ്വിച്ച്, അതുപോലെ AC-യുടെ കാഴ്ച കാണുന്നതൊക്കെ അതിനകത്തായിക്കോട്ടെ. നമുക്ക് AC-ക്ക് പ്രത്യേകിച്ച് കൺട്രോൾസ് ഉണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റിനൊരു സ്വിച്ച് എക്സ്ട്രാ വെച്ചിരുന്നെങ്കിൽ നല്ലതായി തോന്നി. അതായത് ഫിസിക്കൽ കൺട്രോൾസ് ആയിട്ട് തന്നെ വേണമെന്നുള്ള തോന്നലുണ്ട്. നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് സ്ക്രീൻ ഇൻറ്റഗ്രേഷൻ ആണോ ഇഷ്ടം, അതോ സ്വിച്ചുകളായിട്ട് തന്നെ കാണുന്നതാണോ ഇഷ്ടം എന്ന് പറയും. കാരണം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നുള്ളൂ. എന്തായാലും യാത്രാസുഖമുള്ള വണ്ടിയാണ്. ഈ ഗ്ലാസ് റൂഫുള്ളതുകൊണ്ട് എയറി ഫീലുള്ള വണ്ടിയാണ്. പിന്നെ ഇതിന് കാഴ്ചയൊക്കെ കൊള്ളാം. നമ്മളിരിക്കുന്നത് ഗ്രീൻ ഹൗസിലാണ്. ഫുൾ കാണാവുന്ന ഒരു ഗുണമുണ്ട്. അതായത് ബ്ലൈൻഡ് സ്പോട്ടൊന്നും കാര്യമായിട്ടില്ല. ഏറ്റവും ഗുണമുള്ള കാര്യമെന്ന് പറയുന്നത് വണ്ടി ഓടിക്കാൻ സുഖമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുക. റേഞ്ചിൻ്റെ കാര്യം ഞാൻ ആ വണ്ടി വാങ്ങിയിട്ട് കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ചെറിയ മാറ്റങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മുമ്പിൽ നോക്കിയാൽ ക്യാമറ കാണാം, റഡാറിൻ്റെ ഒരു പൊസിഷൻ അവിടെ ഉണ്ടായിരുന്ന മെമ്പറിൽ. പക്ഷേ അതൊന്നുകൂടി നമുക്ക് പ്രോമിനൻ്റ് ആയിട്ട് കാണാം. ഉള്ളിൽ നോക്കിയാൽ ഇൻറ്റീരിയർ കളർ മാറിയിട്ടുള്ളതായിട്ട് തോന്നും. ബൂട്ട് പോയാൽ ബൂട്ടിൻ്റെ കാര്യം കാണാം, ബൂട്ട് പവർ ടെയിൽ ഗേറ്റ് ആയെന്ന് കാണാം. ഓക്കെ, അത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. വലിയ ഒരു മാറ്റങ്ങൾ ഈ വണ്ടിക്കകത്തില്ല, അപ്പാർട്ട് ഫ്രം റേഞ്ച് ആൻഡ് ബാറ്ററി പാക്ക്. ആ റേഞ്ചും ബാറ്ററി പാക്കും തന്നെയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അതിപ്പോൾ വന്നു എന്നുള്ളതാണ്. നല്ല ഹാൻഡ്ലിംഗ് ആണ്, നല്ല റൈഡ് ക്വാളിറ്റിയാണ്. അതായത് ബ്ലേഡ് ബാറ്ററി, സിലിണ്ടറിക്കൽ ബാറ്ററി, പ്രിസ്മാറ്റിക്. ഇതിൽ പ്രിസ്മാറ്റിക് ആണ്. ഇതൊക്കെ തന്നെയും LFP ബാറ്ററി ആണ്. ഒരു ഇലക്ട്രിക് കാറ്, അത്യാവശ്യം റേഞ്ച് ഹോൾഡ് ചെയ്യുന്ന ഇലക്ട്രിക് കാറ്, ലോങ് ഡ്രൈവ് പോകാൻ പറ്റിയ ഇലക്ട്രിക് കാറ്, അതിനകത്ത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഓക്കെ, ഇരിക്കാനൊരിത്തിരി അത്ര കൺസർവേറ്റീവ് ആയിട്ടുള്ള കൺവെൻഷണലി ആയിട്ടുള്ള സീറ്റുകളുടെ പോലെ അല്ലാതെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും വലിയ ഒരു ഹഗ് ചെയ്യുന്നില്ല, ആ ബോൾസ്റ്ററിങ് കുറവാണ്, ഒരു സാധാരണ ചെയറിൽ ഇരിക്കുന്ന ഒരു ഫീലേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും യാത്ര ചെയ്യുമ്പോൾ റൈഡ് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് ഒക്കെ കൂടി ചേർന്നിട്ട് ആ ഒരു പ്രശ്നം നമുക്ക് മാറ്റുന്നുണ്ട്. നമ്മളെ ഹഗ് ചെയ്ത് പിടിക്കാൻ മാത്രം അഗ്രസീവായിട്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ പഴയ വിൻസറിൻ്റെ അല്ലെങ്കിൽ സാധാ വിൻസറിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗറാണ്. ഈ പുതിയ ബാറ്ററി പാക്ക് വന്നപ്പോൾ വണ്ടിക്ക് എങ്ങനെ വണ്ടിയുടെ പെർഫോമൻസ് മാറിയോ അല്ലെങ്കിൽ വണ്ടിയുടെ ബാറ്ററി വെയിറ്റ് വണ്ടിയുടെ ആ ഒരു യാത്രയെ സ്വാധീനിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം ഏറെക്കുറെ ഒരേ പെർഫോമൻസ് തന്നെ എനിക്ക് തോന്നിയത്. ഞാൻ സ്പോർട്സ് മോഡ്, നോൺ മോഡ്, ഈക്കോ പ്ലസ് ഒക്കെ ഇട്ട് നോക്കി. എല്ലാം എനിക്ക് അത്യാവശ്യം ഫീലൊക്കെ നന്നായി തന്നു. ആകെയുള്ള പ്രശ്നം അഡാസ് ഫങ്ഷണാലിറ്റീസ് എളുപ്പത്തിൽ യൂസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകളില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഓക്കെ, ഒരിത്തിരി കൂടി സ്ക്രീൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ് MG വിൻസർ എന്നുള്ളതാണ്. സ്ക്രീൻ പോയാൽ എല്ലാം പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.